മൻമോഹൻ സിംഗിൻ്റെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് നമ്മൾ ലാഘവത്തോടു കൂടി വീക്ഷിക്കേണ്ട ഒരു കാര്യമല്ല. അദ്ദേഹം വന്നില്ലായിരുന്നെങ്കിൽ എന്ത് എന്ന് പറയുന്ന ആളുകളെ കാണുന്നുണ്ട്. അദ്ദേഹം വന്നത് തെറ്റായിരുന്നു എന്ന് പറയുന്ന ആളുകളെയും കാണുന്നുണ്ട്, അന്നും ഇന്നും. അദ്ദേഹം കൊണ്ടുവന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവരിക വഴി രാഷ്ട്രീയത്തിലുണ്ടായ ഒരു അപജയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നവരുണ്ട്. പല മാനങ്ങളിൽ ഈ വിഷയത്തെ ഇപ്പോൾ സംസാരിക്കുന്ന ആളുകളാണ് ഞാൻ കൗതുകത്തോടു കൂടി അവർ ശ്രദ്ധിക്കാതെ പോയ തലങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവർ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിൽ വളർന്ന് സമൂഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് വന്ന ആളുകളാണ് പ്രധാനമന്ത്രിമാരാവാറുള്ളത്. അതല്ലെങ്കിൽ ക്യാബിനറ്റ് റാങ്കിലേക്ക് ഉയർന്നു വരാറുള്ളത്. അതിന് പകരം ഒരു ബ്യൂറോക്രാറ്റിനെ 1991 പ്രതിഷ്ഠിക്കുകയും 2004 അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കുകയും ചെയ്യുക വഴി ഇന്ത്യ അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു ബാഡ് പൊളിറ്റിക്കൽ പ്രാക്ടീസ് രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നു എന്നുള്ള ഒരു ധ്വനി പലയിടത്തുനിന്നും കാണുന്നുണ്ട്. ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 തൊട്ട് തന്നെ അദ്ദേഹം ഇത്തരം ബ്യൂറോക്രാറ്റുകളെയും മിലിറ്ററി ഓഫീസർമാരെയും അല്ലാത്തവരെയൊക്കെ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് സഹപ്രവർത്തകരാക്കി കൊണ്ടുവരികയും അതുപോലെ തന്നെ കുഞ്ചിക സ്ഥാനങ്ങളിൽ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കേണ്ട കുഞ്ചിക സ്ഥാനങ്ങളിൽ കൊണ്ടുപോയിരുത്തുകയും ഗവർണർമാരാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ പ്രാക്ടീസിന് തുടക്കം കുറിച്ചത് നരസിംഹറാവു 1991 മൻമോഹൻ സിംഗിനെ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററാക്കിയത് മുതൽക്കാണ് എന്നുള്ള വാർത്തയാണ്, അല്ലെങ്കിൽ ഒരു വാദമാണ് അവർ നിരത്തുന്നത്. ആക്ച്വലി അദ്ദേഹത്തെ കൊണ്ടുവരിക വഴി എന്താണ് അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം ചെയ്തത് എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ പോലും ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, VP സിംഗ്, ചന്ദ്രശേഖർ, IK ഗുജ്റാൾ എന്നീ തുടങ്ങിയിട്ടുള്ള പ്രധാനമന്ത്രിമാരുടെയൊക്കെ കൂടെ ജോലി ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹം ബ്യൂറോക്രാറ്റിക് ലെവലിൽ നിന്നുകൊണ്ട് ചെയ്യാത്ത പണികളൊന്നുമില്ല. അന്താരാഷ്ട്ര മേഖലകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഈ കാലഘട്ടത്തിനിടക്ക് തന്നെ കാംബ്രിഡ്ജിൽ അദ്ദേഹം ആദ്യം വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഓക്സ്ഫോർഡിൽ നിന്ന് ഡോക്ടറേറ്റ് വാങ്ങുന്നുണ്ട്. അദ്ദേഹം സാമ്പത്തിക രംഗത്തെ പല സ്ഥാപനങ്ങളുടെയും തലപ്പത്തുണ്ടായിരുന്ന ആൾ. വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം പ്രൊഫസർ എന്ന രീതിയിൽ തിളങ്ങിയ വ്യക്തി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ബാങ്കിങ് സെക്ടറിലേക്കും RBIയിലേക്കും അതുപോലെ തന്നെ UGCയിലേക്കും ഒക്കെ വന്നു. UGCയുടെ തലപ്പത്ത് നിൽക്കുന്ന സമയത്താണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന നരസിംഹറാവുവിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹത്തെ പോയി കാണുകയും താങ്കൾ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരും, അതിനൊരുങ്ങിക്കൊള്ളുക എന്ന് പറയുകയും ചെയ്യുന്നത്. ആ സമയത്ത് അദ്ദേഹം ഒരു ചെറു പുഞ്ചിരിയാണ് തിരിച്ചു കൊടുക്കുന്നത്. ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന ഭാവേനയുള്ളൊരു ചിരിയാണ്. അപ്പോൾ അതാ പ്രിൻസിപ്പൽ സെക്രട്ടറി നരസിംഹറാവുവിനോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പ്രധാനമന്ത്രി തന്നെ പിന്നീട് നേരിട്ട് വിളിക്കുകയാണ്, താങ്കളാണ് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ, അതുകൊണ്ട് താങ്കൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ തയ്യാറാവുക എന്ന് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം അദ്ദേഹം ഉൾക്കൊള്ളുന്നത്. അതാണ് നരസിംഹറാവുവിൻ്റെ കോൺട്രിബ്യൂഷൻ. നരസിംഹറാവുവും മരിച്ചു, ഇപ്പോൾ മൻമോഹൻ സിംഗും മരിച്ചു. നരസിംഹറാവു മരിച്ചത് എങ്ങനെയെന്നും അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ആദരം എന്താണെന്നൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അബദ്ധമായ അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന തലത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആ മരണ സന്ദർഭത്തിലൊക്കെ പോയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന വ്യക്തി എന്ന രീതിയിലും ആ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയ ഒരു വ്യക്തി എന്ന രീതിയിലും നരസിംഹറാവുവിന് കിട്ടേണ്ടിയിരുന്നൊരു സ്ഥാനമുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം കൊണ്ടുവന്ന പിൽക്കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിനാണ് സത്യത്തിൽ ആ ബഹുമതികളൊക്കെ ലഭിച്ചത്. അത് ഒരു ചരിത്രമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ചരിത്രത്തിൽ നിന്നുള്ളൊരു ഏടാണ്, ഒരു പാഠമാണ്. മൻമോഹൻ സിംഗിനെ 1991 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കുന്ന സമയത്ത്, ഇന്ത്യയുടെ
സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യുന്ന ഫിനാൻസ് മിനിസ്റ്റർ ആക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതിദയനീയമാണ്. ഏത് കാലഘട്ടങ്ങളിലും ഒരു രാജ്യം അതിൻ്റെ വിദേശ കറൻസി നിക്ഷേപം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സമ്പത്ത് എടുക്കാറില്ല. വിത്തെടുത്ത് കുത്തുക, നടുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറില്ല. ഉണ്ട്, അത്രയും വലിയ എമൗണ്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, അത്രയും ഗോൾഡ് കളക്ഷനോ അല്ലെങ്കിൽ ഡോളർ നിക്ഷേപമോ നമ്മളുടെ കയ്യിൽ റിസർവ് ആയിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്നൊരല്പമൊക്കെ എടുത്തുപയോഗിക്കും. ഇന്ന് ഇന്ത്യയുടെ വിദേശ കറൻസി നിക്ഷേപം എന്ന് പറയുന്നത് 600 ബില്യണാണ്. അന്ന് അഥവാ മൻമോഹൻ സിംഗിനെ ഫിനാൻസ് മിനിസ്റ്റർ ആക്കുന്ന ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ റിസർവ് എന്ന് പറയുന്നത് 1 ബില്യനാണ്. 600-ൽ 1 ആണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു സാധനം ഇറക്കുമതി ചെയ്യാൻ നമുക്ക് കഴിയില്ല. കാരണം ഈ റിസർവ് വെച്ചിട്ടാണ് നമുക്ക് ഇറക്കുമതിക്കുള്ള അനുമതി ഉണ്ടാവുക. 2 ആഴ്ച മാത്രം നരസിംഹറാവു അധികാരത്തിൽ വന്ന് 2 ആഴ്ച മാത്രം ഇന്ത്യ വ്യാവസായികമായിട്ടോ അല്ലെങ്കിൽ ഇറക്കുമതിയിലേക്കോ നയിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി മാത്രമുള്ളപ്പോഴാണ് അദ്ദേഹം അധികാരത്തിലേക്ക് വരുന്നത്. ആ സന്ദർഭത്തിൽ നമ്മളിപ്പോൾ ഒരു സാധാരണ ജലദോഷവും പനിയും ഉണ്ടാകുമ്പോൾ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിലോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഡോക്ടറുടെ അടുത്തോ പോകുമെങ്കിൽ അത് അറിയപ്പെടാൻ സാധ്യതയില്ലാത്ത, കാണാൻ കഴിയാത്ത ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ പരിഹരിക്കാൻ സാധിക്കാത്തൊരു പ്രതിസന്ധിയാണെങ്കിൽ ആ ഡോക്ടർ എന്ത് ചെയ്യും? റെഫർ ചെയ്യും, മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കോളൂ, മിംസിലേക്ക് പോയിക്കോളൂ, എവിടേക്കെങ്കിലും പോയിക്കോളൂ എന്ന് പറയും. അതുപോലെയുള്ളൊരു റെഫറൽ ആയിരുന്നു ഇന്ത്യൻ ഫോറിൻ മിനിസ്ട്രി എന്ന പദത്തിലേക്ക് മൻമോഹൻ സിംഗിൻ്റേത്. ഇന്ത്യയിൽ ആ കൂപ്പ് കുത്തുന്നു, അഗാധ ഗർത്തത്തിലേക്ക് പോകുന്നു, സാമ്പത്തികമായി പ്രതിസന്ധിയിലേക്ക് പോകുന്നു, രക്ഷയില്ലാത്ത ഒരു സാഹചര്യം. ഇനി എങ്ങനെ മുന്നോട്ട് രാഷ്ട്രത്തെ കൊണ്ടുപോകാൻ പറ്റും? കുത്തുപാളയെടുക്കാൻ പോവുകയാണ്, ആരും കാശ് തരാൻ പോകുന്നില്ല. നിലവിൽ നമ്മൾ വാങ്ങിയിരിക്കുന്ന വിദേശ സഹായങ്ങൾക്ക് നമ്മൾ വാങ്ങിയിരിക്കുന്ന പലിശ എന്നത് പോലും നിലവിലുള്ള സാമ്പത്തിക സ്രോതസ്സിൻ്റെ GDP-യുടെ 30% കടക്കാൻ പോവുകയാണ്. ഇതാണ് പ്രതിസന്ധി. എന്ത് ചെയ്യും? ഇത് സത്യത്തിൽ രാഷ്ട്രീയക്കാർ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. കുതിര കച്ചവടം നടത്തി രാജീവ് ഗാന്ധിയെ അതിൻ്റെ അധികാരത്തിൽ നിന്ന് പുറത്ത് കടത്തി. പിന്നെ അതിനുശേഷം വന്ന VP സിംഗ്, BJP, CPM അടക്കമുള്ള ആളുകളുടെ ആ കിരാതമായ പൊളിറ്റിക്സ് എന്ന് ഞാൻ അതിന് പറയാം. അത്തരം കിരാതമായ പൊളിറ്റിക്സിൽ പെട്ടുകൊണ്ട് രാജ്യം എങ്ങോട്ട് പോയി എന്ന് പൊളിറ്റിക്സ് കൈകാര്യം ചെയ്തവർ മനസ്സിലാക്കാതെ മുന്നോട്ട് പോയപ്പോൾ, അവരുടെ ഈഗോ വെച്ച് മുന്നോട്ട് പോയപ്പോൾ ഇന്ത്യ എങ്ങോട്ട് പോയി എന്നുള്ളതാണ് പ്രശ്നം. ആ പ്രശ്നത്തെ നമുക്ക് നമ്മളുടെ സ്വദേശാഭിമാനകരമായ രീതിയിലുള്ള, അല്ലെങ്കിൽ നമ്മളങ്ങനെ പറയുമല്ലോ, അതായത് ദേശീയമായി തന്നെ ആ പ്രശ്നത്തെ പരിഹരിക്കണം, ഇന്ത്യയുടേതായ രീതിയിൽ തന്നെ ഇടപെടണം, ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് പോകണം, ഗാന്ധിയൻ ദർശനങ്ങളിലേക്കൊക്കെ പോകണം എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ ആരും ഒരു പരിഹാരം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ. അതുകൊണ്ടാണ് നരസിംഹറാവുവിനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറായത് എന്നാണ് ഞാൻ ഈ വിഷയത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നീട് ആ പ്രശ്നത്തെ പരിഹരിക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്ന അദ്ദേഹം, നമ്മൾ സാധാരണ പറയല്ലേ, ഈ യൂജിൻ തൊഴുത്ത് അടിച്ച് വൃത്തിയാക്കുക എന്ന് പറയല്ലോ, അതുപോലെയാണ് സംഭവിച്ചത്. ആ രീതിയിൽ അദ്ദേഹം ആ തൊഴുത്തടിച്ച് വൃത്തിയാക്കി നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു സമ്പദ്ഘടന തിരിച്ചു നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് തിരിച്ചറിഞ്ഞത് ലോകമാണ്. ലോകം അത് തിരിച്ചറിഞ്ഞു. G20 രാജ്യങ്ങളിലേക്കൊക്കെ പോയപ്പോൾ, G20 രാജ്യങ്ങളുടെ സമ്മേളനത്തിലേക്കൊക്കെ പോയപ്പോൾ മൻമോഹൻ സിംഗിന് കിട്ടിയിരിക്കുന്ന സ്വീകരണം അതൊന്ന് വേറിട്ടതായിരുന്നു. അദ്ദേഹം ഏതൊരു ലോക പാർലമെൻറ്റിൽ പോയി സംസാരിക്കാൻ കഴിഞ്ഞാലും സൂചി വീണാൽ കേൾക്കുന്ന രീതിയിലുള്ള, പൂഴിമണൽ വീണാൽ കേൾക്കുന്ന രീതിയിൽ നിശബ്ദമായി അദ്ദേഹത്തെ കേട്ടു. അദ്ദേഹം പതിഞ്ഞ ശബ്ദത്തിലാണ് സംസാരിക്കുക. അത് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ പതിഞ്ഞ ശബ്ദം, ആ നിശബ്ദത
ആ വിധേയത്വം, അതൊക്കെ രാജ്യത്തിൻ്റെ കോൺട്രിബ്യൂഷനായിരുന്നു. രാജ്യത്തിന് വേണ്ടിയുള്ള, രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയുള്ള നിശബ്ദമായ വിപ്ലവത്തിൻ്റെ പേരുകളായിരുന്നു. അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത് യശോദാവള്യം. ഞാനിവിടെ മമ്മൂട്ടി സാഹിബ് അത് പറഞ്ഞു, യശസ് എന്നൊരു പ്രയോഗം മമ്മൂട്ടി സാഹിബോട് പ്രയോഗിച്ചു. ഞാനും പറയുന്നു, ആ യശസ്സിൻ്റെ കൂടെ യശോദാവള്യമാണ് അദ്ദേഹം കാണിച്ചത്. ധർമ്മപുത്ര ചക്രവർത്തിയെ പുകഴ്ത്തിക്കൊണ്ട് രാജകൊട്ടാരത്തിലെ ബ്രാഹ്മണൻ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗമാണ് ഈ യശോദാവള്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധർമ്മപുത്രരുടെ നീതിബോധവും അദ്ദേഹത്തിൻ്റെ ഭരണവും കാരണം എല്ലാ വസ്തുക്കളും വെളുപ്പായി തീർന്നു എന്നുള്ളതാണ്. എല്ലാ വസ്തുക്കളും വെളുപ്പായി തീർന്നപ്പോൾ എല്ലാവരും പ്രതിസന്ധിയിലാവുകയാണ് ഉണ്ടായത്. ആരൊക്കെയാണ് പ്രതിസന്ധിയിലായത്? മഹാവിഷ്ണു പാൽക്കടൽ അന്വേഷിച്ച് പോവേണ്ടി വന്നു. മഹാവിഷ്ണുവിൻ്റെ പ്രതലം എന്ന് പറയുന്നത് പാൽക്കടലാണ്. അതെവിടെ എന്ന് കണ്ടെത്താൻ അന്വേഷിച്ച് പോവേണ്ടി വന്നു. പരമശിവൻ്റെ ഇരിപ്പിടമെന്ന് പറയുന്നത് കൈലാസമാണ്. കൈലാസം എവിടെ എന്ന് പരമശിവന് അന്വേഷിച്ച് പോവേണ്ടി വന്നു. ദേവേന്ദ്രൻ്റെ ഇരിപ്പിടമാണ് അല്ലെങ്കിൽ വാഹനമാണ് ഐരാവതം. ഈ ഐരാവതം എവിടെ എന്ന് അന്വേഷിച്ച് പോവേണ്ടി വന്നു. രാഹു ചന്ദ്രനെ തിരഞ്ഞു പോവേണ്ടി വന്നു. ബ്രഹ്മാവ് അരയന്നത്തെ തിരഞ്ഞു പോവേണ്ടി വന്നു എന്ന് ഒരു യശോദാവള്യത്തിൻ്റെ കഥ പറയുന്ന സമയത്ത് പറയുന്നുണ്ട്. മഹാരാജ ശ്രീമൻ ജഗതി യശാസാദേ ധവളിതേ പയ പാരാവാരം പരമപുരുഷോകം മൃഗയതേ കപർദി കൈലാസം കുലിശദൃഢ ഭൗമം കരിവരം കലാനാഥം രാഹു കമല ഭവനോ ഹംസമധുന. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ആ രീതിയിൽ എല്ലാവർക്കും തങ്ങളാരാണ് എന്ന് ചിന്തിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗിനെ ഞാൻ അങ്ങനെ പുകഴ്ത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിന് ശേഷം വന്നത് പിന്നീട് BJP ഗവൺമെൻറ്റാണ്. അതായത് നരസിംഹറാവുവിൻ്റെ 96 വരെ നടന്ന ഭരണത്തിന് ശേഷം വാജ്പേയിൻ്റെ സർക്കാരാണ് വന്നത്. വാജ്പേയി സർക്കാർ മൻമോഹൻ സിംഗിൻ്റെ നയങ്ങളെ അതേപടി പിന്തുടർന്നു പോയി എന്നുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ആ നയങ്ങളായിരുന്നു ശരി. തനിക്ക് അല്ലെങ്കിൽ തങ്ങൾക്ക് RSSന് BJPയുടെ ഹിന്ദുത്വ അജണ്ട എടുത്തു പയറ്റാൻ പോലും മറന്നു പോകുന്ന രീതിയിലെ യശോദാവള്യമാണ് അവിടെ സംഭവിച്ചത്. അത് കഴിഞ്ഞ് ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള 10 വർഷം, അതായത് UPA സർക്കാരിൻ്റെ 10 വർഷത്തിലും സാധാരണ നമ്മൾ പറയാറുണ്ട് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം മറന്ന കാലഘട്ടമാണ് എന്ന്. അതും ഈ യശോദാവള്യത്തിൽ സംഭവിച്ചു പോയതാണ്. കാരണം ഇന്ത്യയെ തിരിച്ചു പിടിക്കുക എന്ന ആ ഒരു വലിയ മഹനീയമായ ഒരു ലക്ഷ്യത്തിൽ രാഷ്ട്രം മുന്നോട്ട് പോയപ്പോൾ പൊളിറ്റിക്സ് ഒരല്പം മറന്നുപോയി, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന രീതിയിലുള്ള അധമമായ പൊളിറ്റിക്സ് ഒരല്പം മറന്നുപോയി. അതുകൊണ്ട് ഒരുപാട് പാകപ്പിഴവുകൾ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, രാഷ്ട്രത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 2007-2008 കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെ സംബന്ധിച്ചിടത്തോളം റിസഷൻ പീരിയഡാണ്. ആ സമയത്ത് സാമ്പത്തിക രംഗം വളരെയധികം പിറകോട്ട് പോവുകയും കൂപ്പുകുത്തുകയും, ഒരുപക്ഷെ 21ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കണ്ട ഏറ്റവും വലിയ മാന്ദ്യത്തിന് ലോകം സാക്ഷ്യം വഹിച്ച ഒരു സമയം കൂടിയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം ഇന്ത്യയെ ലോകത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിർത്തിയത്. ഇന്ത്യ അന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ വളരുന്ന 2ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറി. ആദ്യമായിട്ടാണ് 9% വളർച്ചാ നിരക്ക് രാജ്യം രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം അതിലപ്പുറം പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അതിൻ്റെയൊക്കെ എത്ര താഴെയാണ് നിൽക്കുന്നതും. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തുകയും ആ ഇന്ത്യയിൽ ഉള്ള എല്ലാ ആളുകൾക്കും വികസനത്തിൽ പങ്കാളിത്തം കൊടുക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് പറയാറുണ്ട്, തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങളാണ്, സൂക്ഷിച്ചു വേണം തീരുമാനങ്ങൾ എടുക്കാൻ. ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രനായ വ്യക്തിയെ മനസ്സിൽ കണ്ടു വേണം നിങ്ങളുടെ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതൊരു ആദർശം എന്ന രീതിയിൽ പറയാൻ പറ്റുമെങ്കിലും ഒരു രാഷ്ട്രീയം, പ്രത്യേകിച്ചും ഒരു മുന്നണി രാഷ്ട്രീയത്തിനകത്ത്
ഈ രീതിയിൽ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ അസംഭവ്യമാണ്. ആ അസംഭവ്യത്തെ സംഭവ്യമാക്കുകയും സംഭാവനയാക്കി മാറ്റുകയും അതൊരു സമാഹരണമാക്കി മാറ്റുകയും ഒരു വലിയ സമ്മേളനം, അതായത് വികസനത്തിൻ്റെ സമ്മേളനമാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ നായകൻ, രക്ഷകൻ എന്നാണ് പറയുക. ഇന്ത്യയുടെ രക്ഷകൻ എന്നാണ് വി ഡി സതീശൻ്റെ ലേഖനത്തിൻ്റെ ഒരു ഭാഗം പറയുന്നത്. സേവിയർ എന്നാണ്. ഞാനും അവിടെ ആ ഒരു പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ട് എൻ്റെ ലേഖനത്തിലും. എന്ന് വെച്ചാൽ 30 കോടി ജനങ്ങളെയാണ് അതിദാരിദ്ര്യത്തിൽ നിന്നും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. 30 കോടി ജനങ്ങൾ. ഒന്നാലോചിച്ച് നോക്കൂ. ഇന്ന് നിലവിലുള്ള 193 അല്ലെങ്കിൽ 195 രാജ്യങ്ങൾക്കിടയിൽ 30 കോടി ജനങ്ങളുള്ള രാജ്യങ്ങൾ വളരെ കുറവാണ്. ആ സ്ഥാനത്താണ് ഒരു രാജ്യത്തെ 30 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്നും അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്നത്. അദ്ദേഹം സാമ്പത്തിക പരിഷ്കാരങ്ങൾ വരുത്തുമ്പോൾ ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്നത് ജീവനാഡിയാണ് സാമ്പത്തിക രംഗത്ത്. ആ ബാങ്കിങ് സെക്ടറിനെ അദ്ദേഹം അടിമുടി മാറ്റിമറിച്ചു. ടാക്സേഷൻ ഒരു വലിയ പ്രധാനപ്പെട്ട സംഭവമാണ്. അതിൽ നിന്നാണ് നേരിട്ടുള്ള വരുമാനം രാജ്യത്തിനുണ്ടാവുന്നത്. ആ ടാക്സേഷൻ അദ്ദേഹം പുനരാവിഷ്കരിച്ചു. കാർഷിക വായ്പകൾ വർഷാവർഷം അദ്ദേഹം എഴുതിത്തള്ളി. അതൊരു പ്രക്രിയയായി മുന്നോട്ട് കൊണ്ടുപോയി. അതുപോലെ തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആളുകളെ പട്ടിണിയിൽ നിന്നും കരകയറ്റുവാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ ഇൻഷുറൻസ് മേഖലയിൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നു. RTI എന്ന് പറയുന്ന വിവരാവകാശ നിയമം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നതാണ്. വനവാസികൾക്ക് അവരുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ നിലക്കാൻ പറ്റുന്ന രീതിയിൽ വനാവകാശ നിയമം അദ്ദേഹം കൊണ്ടുവന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഭക്ഷ്യ സുരക്ഷ കൊണ്ടുവന്നു. ദേശീയ വിദ്യാഭ്യാസ നയം, ശിക്ഷാ അഭിയാൻ എന്നൊക്കെ പറയുന്ന ആ വിദ്യാഭ്യാസ നയം വഴി 10,000-കണക്കിനായ സ്കൂളുകളും അങ്ങനെ ലക്ഷക്കണക്കിനായ വിദ്യാർത്ഥികളെയും അദ്ദേഹം സ്കൂളിലേക്ക് കൊണ്ടുവന്നു. IITകൾ സ്ഥാപിച്ചു. കണ്ടമാനം IITകൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സ്ഥാപിച്ചു. ഇങ്ങനെ രാജ്യത്ത് നേരത്തെ കാണപ്പെടാത്ത രീതിയിൽ നിഖില മേഖലകളിലും, അതുവരെ രാഷ്ട്രീയം ഉരുണ്ട് നടന്നിരുന്നത് മേൽത്തട്ട് ആളുകളുടെ ഇടയിലേക്കായിരുന്നു. ഈ മേൽത്തട്ടും താഴ്ത്തട്ടും മാത്രമുണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു അതുവരേക്കും ഉണ്ടായിരുന്നത്. ഈ നരസിംഹറാവുവിൻ്റെ ഭരണകാലഘട്ടം മുതൽക്ക് മൻമോഹൻ സിംഗിൻ്റെ 91 കാലഘട്ടം മുതൽക്കാണ് ഒരു മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന വിഭാഗം ഇന്ത്യയിൽ ശക്തിപ്പെട്ടു വന്നത്. അതിനേറ്റവും പ്രധാന കാരണം മിഡിൽ ക്ലാസ് എവിടുന്നെങ്കിലും ഉണ്ടായതോ അല്ലെങ്കിൽ മേൽത്തട്ടിൽ നിന്നും കീഴ്പോട്ട് വന്നതോ അല്ല, താഴ്ത്തട്ടിൽ നിന്നുള്ള ജനങ്ങൾ മിഡിൽ ക്ലാസ്സിലേക്ക് വന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഈ SME ഒക്കെ അല്ലേ, പിന്നെ ചെറുകിട സംരംഭങ്ങളൊക്കെ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ സംഭാവനയാണ്. ആ സംഭാവനയിലൂടെയാണ് ദാരിദ്ര്യത്തിലും ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ തിരിച്ചിങ്ങോട്ട് വന്നത്. ചുരുക്കി പറഞ്ഞാൽ അപരരോടുള്ള കരുതലാണ് രാഷ്ട്രീയം എന്ന് രാഷ്ട്രീയക്കാരെ പഠിപ്പിച്ച ഗുരുനാഥനാണ് മൻമോഹൻ സിംഗ്. ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. ഞാൻ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ദരിദ്രന് മുന്നിൽ കണ്ടുകൊണ്ട് എന്ന് പറയുന്ന ഗാന്ധിയൻ ദർശനമുണ്ടല്ലോ, ആ ദർശനത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം സ്വാശ്രയ സമ്പദ് വ്യവസ്ഥയെ അല്ല, പരാശ്രയ സമ്പദ് വ്യവസ്ഥയാണ് മുന്നോട്ട് വെച്ചത് എന്നുള്ളത് ഗാന്ധിയൻ ചിന്തകൾക്കെതിരാണ് എന്ന് തോന്നിയേക്കാം. അല്ല, അത് ഗാന്ധിയൻ ചിന്തകൾക്കെതിരല്ല. ഗാന്ധി ഉദ്ദേശിച്ച ദേശീയത അതിദേശീയതയും ആയിരുന്നില്ല. ഗാന്ധി ഉദ്ദേശിച്ചത് നമ്മളുടെ രാജ്യത്തിന് നമുക്ക് സ്വയം പര്യാപ്തമാക്കാൻ കഴിയണമെന്നതാണ്. പക്ഷേ കാലം മാറി. പുതിയ ലോകക്രമത്തിൽ ലോകം തന്നെ ഒരു കിളിക്കൂടായി മാറിയപ്പോൾ ആ കിളിക്കൂടിൽ നിന്ന് നമുക്ക് നമ്മളുടെ ചിറകെടുത്ത് മുന്നോട്ട് ഒറ്റയ്ക്ക് പറക്കാൻ കഴിയണം എന്ന വാശി പിടിച്ചിട്ട് കാര്യമില്ല എന്നാണ് നമ്മോട് മൻമോഹൻ സിംഗ് പറഞ്ഞത്. അതാണ് അദ്ദേഹം പരാശ്രയ സമ്പദ് വ്യവസ്ഥയിലേക്ക് പോയത്. അതൊരു പുതിയ രാഷ്ട്രീയത്തിൻ്റെ വ്യാഖ്യാനമാണ്. അത്തരമൊരു വ്യാഖ്യാന സാധ്യതയാണ്
നരസിംഹറാവു തുറന്നു കൊടുത്തത്. അത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ യശോധാവല്യം കാരണം കണ്ണ് മഞ്ഞളിച്ച് പോയ രാഷ്ട്രീയക്കാർക്ക് അദ്ദേഹത്തെ പിന്നെ താഴെ ഇറക്കിയേ മതിയാവും. അതാണ് പിന്നീടുണ്ടായ വിവാദങ്ങളുടെയൊക്കെ കാരണം. ഒരു 1.85 ലക്ഷം 1.85 ലക്ഷം കോടി 2G സ്പെക്ട്രത്തിൽ അഴിമതി ഉണ്ടായി എന്ന് കള്ളക്കഥയാണ് പറഞ്ഞുണ്ടാക്കിയത്. അത് സുപ്രീം കോടതിയിൽ തന്നെ CAG തിരുത്തുന്നുണ്ട്, തെറ്റായിരുന്നു, ശരിയായ കണക്കായിരുന്നില്ലത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കൽക്കരിയുടെയും, അതുപോലെ തന്നെയാണ് ഇന്ത്യ ഗേറ്റ് വിവാദങ്ങളുടെയും ഒക്കെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ പിന്നിലുണ്ടായിരുന്നത് ഈ വ്യക്തിയെ താഴെ ഇറക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഐഡിയോളജിയുമായിട്ടും ഞങ്ങളുടെ രാഷ്ട്രീയവുമായിട്ടും തുടർന്ന് പോവേണ്ടതുണ്ട് എന്ന മറ്റു ചില തൽപര കക്ഷികളുടെ തിരിച്ചറിവാണ് ആ മൻമോഹൻ മാജിക്കിനെ തടുത്തു നിർത്തിയത്. അതില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ഒരുപാട് മുന്നോട്ട് പോകാൻ പിന്നെയും സാധ്യത അവശേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യക്ക് കിട്ടേണ്ടതല്ലേ ഇന്ത്യക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന മഹാമജീഷ്യൻ രാഷ്ട്രീയത്തിലും ബ്യൂറോക്രസിയിലും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ സകലമാന മേഖലകളിലും ഒരു ശാന്തി മന്ത്രം പോലെ, ഒരു മൗനീഭാവിയായിക്കൊണ്ട്, ഒരു ദിഷണ ശക്തിയായിക്കൊണ്ട്, നമുക്ക് കണ്ടെത്താൻ കഴിയാത്തൊരു ഊർജ്ജ സ്രോതസ്സായിക്കൊണ്ട് ഇന്ത്യയിൽ ഉണ്ടായി എന്നുള്ളത്, ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, അതിനെക്കുറിച്ച് സ്മരിക്കാൻ നമുക്കിപ്പോൾ കഴിയുന്നു എന്നുള്ളത് ഒരു ഭാഗ്യമായി കണ്ടുകൊണ്ട് നമുക്കതിനെ കണക്കാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ആദരാജ്ഞലികൾ അർപ്പിക്കുന്നു. താങ്ക് യു.